അതിനിർണായകമായ 3 ദിവസങ്ങൾക്കാണ് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പല ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ കോൺഗ്രസ് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതിനുള്ള അങ്കത്തട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം നടക്കുന്നത് 3 ദിവസങ്ങളിലാണ്. ഓഗസ്റ്റ് 10, 11, 12 തീയതികളിൽ ഇന്ത്യൻ പാർലമെന്റ് നിശ്ചലമാകും. ഈ ദിവസങ്ങളിൽ ലോക്സഭാ സമ്മേളനം മിസ്സാക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അവരുടെ എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞു. തങ്ങളുടെ എംപിമാരോട് പാർലമെന്റിൽ 3 ദിവസം സന്നിഹിതരാകണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ സുപ്രധാന പാർട്ടികൾ വിപ്പ് നൽകിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെ എതിർക്കുക എന്ന വലിയ ദൗത്യം പ്രതിപക്ഷ എംപിമാർക്ക് മുന്നിലുണ്ട്. ഇതിനുമപ്പുറം അതിനിർണായകമായ ഒരു നീക്കം ഭരണപക്ഷത്ത് നിന്നുണ്ടാകുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് അമിത്ഷാ പാർലമെന്റിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തുമെന്നുള്ള രഹസ്യ വിവരം കോൺഗ്രസിന് ലഭിച്ചു കഴിഞ്ഞു. അമിത്ഷായുടെ സാന്നിധ്യത്തിൽ തന്നെ എംപിമാരെ കൊണ്ട് എതിർക്കാനുള്ള വഴികളാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും തേടുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി തെളിയിക്കുവാനുള്ള അവസരമായിട്ടാണ് പ്രതിപക്ഷം ഈ 3 ദിവസങ്ങളെ കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഒറ്റ എംപിമാർ പോലും പാർലമെന്റിന് പുറത്ത് ഈ 3 ദിവസങ്ങളിൽ പോകരുതെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 10, 11, 12 തീയതികളിൽ ലോക്സഭയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് കോൺഗ്രസ് വെള്ളിയാഴ്ച തന്നെ എംപിമാർക്ക് 3 ലൈൻ വിപ്പ് നൽകി കഴിഞ്ഞു. മറ്റു പ്രതിപക്ഷ പാർട്ടികളും വൈകാതെ വിപ്പ് നൽകിയേക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഓഗസ്റ്റ് 13 അവസാനിക്കാനിരിക്കെ സമ്മേളനം നീട്ടാൻ ഇതുവരെ നിർദ്ദേശമൊന്നുമില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ അവസാന 3 ദിവസം പാർലമെന്റ് പ്രതിഷേധത്തിന്റെ അഗ്നി കൊണ്ട് കത്തിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വ്യാഴാഴ്ച മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയും ബില്ലിലെ ആശങ്കകൾ ഉന്നയിച്ച് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 12 ബിൽ ലോക്സഭയിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ച അമിത്ഷാ ബില്ലിൽ മുൻകാല പ്രാബല്യമുള്ള വകുപ്പുകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയതായി ലാൽ ദുഹോമ പിന്നീട് അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ഇടവേളയ്ക്ക് ശേഷം അമിത്ഷായുടെ എൻട്രി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയോടെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തിങ്കളാഴ്ച മുതൽ എല്ലാ പാർട്ടികളിലെയും എംപിമാർ സഭയിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ സമ്മേളനം ആരംഭിച്ചതു മുതൽ വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ അമിത്ഷാ വിശദീകരണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ ചൊല്ലി വലിയ ബഹളത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി സഭ സാക്ഷ്യം വഹിച്ചത്. വ്യാഴാഴ്ച രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പ്രതിപക്ഷത്തിന്റെ വികാരം അമിത്ഷായെ അറിയിക്കാനും സഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേണമെന്ന അഭ്യർത്ഥന പരിഗണിക്കാനും മന്ത്രി കിരൺ റിജിജുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് അമിത്ഷായോട് വരുന്ന ദിവസങ്ങളിൽ സഭയിൽ ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകിയത്. ഇതോടെ 10, 11, 12 തീയതികളിൽ സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പ്. അഥവാ അമിത്ഷാ എത്തിയാലും 230-ലേറെ എംപിമാരുടെ ശക്തമായ പ്രതിഷേധം താണ്ടി വേണം സഭയിലിരിക്കുവാൻ. ഈ സാഹചര്യത്തിലാണ് എംപിമാരുടെ ഹാജർ ഉറപ്പിക്കാൻ കോൺഗ്രസ് വിപ്പ് നൽകി തന്ത്രം മെനയുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വർഷകാല സമ്മേളനം മുഴുവനായും പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. സ്വസ്ഥമായ സഭാ സമ്മേളനം സംഘടിപ്പിക്കാൻ സ്പീക്കർ ഓം ബിർള നന്നേ പാടുപെട്ടതിന് രാജ്യം സാക്ഷിയാണ്. കൊട്ടിക്കലാശം കൂടി താങ്ങുവാൻ കേന്ദ്ര സർക്കാരിനും BJPക്കും സാധിക്കുമോ എന്ന് 3 ദിവസത്തിനുള്ളിൽ അറിയുവാൻ സാധിക്കും.